പ്രണാമം. നമുക്ക് ശ്രീകൃഷ്ണ ചരിത്രത്തിലേക്ക് തന്നെ മടങ്ങാം. ഉദ്ധവർ ഭഗവാനോട് ചോദിച്ചു, വിഭോ, ആത്മാവ് ദേഹത്തിൽ വസിക്കുന്ന കാലത്തോളം ദേഹത്തിൻ്റെ സുഖദുഃഖാദികൾ ബാധിക്കാതിരിക്കുന്നത് എങ്ങനെ? ആത്മാവിനെ എങ്ങനെ ദേഹസംബന്ധമുണ്ടായി? ബദ്ധൻ്റെയും മുക്തൻ്റെയും ലക്ഷണമെന്ത്? ഒരേ ആത്മാവ് തന്നെ നിത്യബദ്ധനെന്നും നിത്യമുക്തനെന്നുമുള്ള അവസ്ഥ എനിക്ക് ഭ്രമം ഉണ്ടാക്കുന്നു. ഈ സംശയം തീർത്തു തരേണമേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഉദ്ധവ, ബദ്ധനെന്നും മുക്തനെന്നുമുള്ള വ്യവഹാരം വാസ്തവമല്ല. ഗുണസംബന്ധത്താൽ ബന്ധം വന്നതുപോലെയും ഗുണവിയോഗത്താൽ മോക്ഷം ലഭിച്ചതുപോലെയും തോന്നുന്നതാണ്. ഈ ഗുണങ്ങൾ തന്നെയും വാസ്തവം അല്ലാതിരിക്കെ ബന്ധമോക്ഷങ്ങൾ എങ്ങനെ വാസ്തവമാകും? ശോകമോഹാദികൾ അന്ധകരണ ധർമ്മങ്ങളാണ്. താൻ അന്ധകരണമാണെന്ന് ജീവൻ അഭിമാനിക്കുമ്പോൾ അതിൻ്റെ ധർമ്മങ്ങളെ തൻ്റേതായി ഭാവിക്കുന്നു. തന്മൂലം ബന്ധമുണ്ടെന്ന് തോന്നുന്നു. ഈ തെറ്റിദ്ധാരണ നശിക്കുമ്പോൾ മുക്തനായെന്നും തോന്നുന്നു. രണ്ടും തോന്നൽ മാത്രമാണ്. ബന്ധത്തിന് ഹേതുവായ അവിദ്യയും മോക്ഷത്തിന് കാരണമായ വിദ്യയും മായാകാര്യങ്ങളാണ്. ജീവൻ എൻ്റെ അംശമാണ്, അഥവാ അന്ധകരണത്തിൽ കാണുന്ന എൻ്റെ പ്രതിബിംബങ്ങളാണ്. ദേഹങ്ങൾ തോറും ഈ പ്രതിബിംബങ്ങൾ കാണുന്നു. ശരീരത്തിൽ വിരുദ്ധ ധർമ്മികളായ ജീവനും ഈശ്വരനും ഇരിക്കുന്നു. ഒരു ഉദാഹരണം കൊണ്ട് ഇത് വ്യക്തമാക്കാം. ഒരു വൃക്ഷത്തിൽ രണ്ട് പക്ഷികൾ ഇരിക്കുന്നു. അവർ സദൃശരും സഖാക്കളുമാണ്. അതിലൊരുവൻ വൃക്ഷത്തിൻ്റെ പഴം തിന്നുന്നു, മറ്റൊരുവൻ തിന്നുന്നില്ല. പക്ഷേ തിന്നാത്തവനാണ് അധികം ബലവാൻ. അവൻ തന്നെയും മറ്റവനെയും അറിയുന്ന വിദ്വാനാണ്, നിത്യമുക്തനുമാണ്. പഴം തിന്നുന്നവൻ ഒന്നും അറിയാതെ നിത്യബദ്ധനാണ്. പക്ഷികൾ രണ്ടും വൃക്ഷത്തിൽ നിന്ന് വേറെ ആണല്ലോ. അതുപോലെ അറിയുന്ന ഈശ്വരൻ ദേഹത്തിൽ ഇരുന്നാലും ദേഹസ്ഥനല്ല. അറിയാത്ത ജീവൻ ദേഹസ്ഥനല്ലെങ്കിലും സ്വപ്നം കാണുന്നവനെ പോലെ ദേഹസ്ഥനാണ്. ഗുണകാരണങ്ങളായ ഇന്ദ്രിയങ്ങൾ ഗുണകാര്യങ്ങളായ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു. തനിക്കതിൽ ബന്ധമില്ല എന്ന സൂക്ഷ്മം വിദ്വാൻ അറിയുന്നു. അതിനാൽ നിർവികാരിയായിരിക്കുന്നു. ഈ അറിവില്ലാത്ത ജീവൻ താനാണ് കർമ്മം ചെയ്യുന്നതെന്ന് അഭിമാനിക്കുന്നു. അതിനാൽ സുഖദുഃഖാദികൾക്ക് ബാധ്യസ്ഥനാകുന്നു. താനൊന്നും ചെയ്യുന്നില്ല, സാക്ഷി മാത്രമാണ് എന്നറിഞ്ഞാൽ ബന്ധമില്ല. അപ്പോൾ പ്രാരാബ്ധാനുഭവം വെറും ലീലയായി തോന്നും. ആർ ഹിംസിച്ചാലും പൂജിച്ചാലും ഒന്നുപോലെ തന്നെ. ഈ സമനില കൈവന്നവൻ ഉപകാരിയെ സ്തുതിക്കുകയില്ല, അപകാരിയെ നിന്ദിക്കുകയുമില്ല. അവൻ ജ്ഞാനിയാണെങ്കിലും ലോകത്തിൽ ഒന്നും അറിയാത്ത ജഡനെ പോലെ സഞ്ചരിക്കും. ഈ അനുഭവം വരാതെ കേവലം ശാസ്ത്രപഠനം കൊണ്ടൊരു ഫലവുമില്ല. മച്ചിപ്പശുവിനെ പോലെ അവൻ്റെ ശാസ്ത്രാഭ്യാസം ഫലം തരുന്നില്ല. ഉദ്ധവർ സാധുക്കളുടെയും ഭക്തിയുടെയും ലക്ഷണങ്ങൾ പറഞ്ഞു തരണമെന്ന് പ്രാർത്ഥിച്ചതിന് ശ്രീ ഭഗവാൻ പറഞ്ഞു, സാധുക്കൾ അന്യരുടെ ദുഃഖത്തിൽ നിർവ്യാജം സഹതപിക്കും. അവരെ ആശ്വസിപ്പിക്കാനാവുന്നതെല്ലാം ചെയ്യും. ഒരു പ്രാണിയെയും ഉപദ്രവിക്കുകയില്ല. അന്യർ തങ്ങളെ ദ്രോഹിച്ചാൽ ക്ഷമയോടുകൂടി സഹിക്കും. സത്യത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കുകയില്ല. നിർദോഷികളും സമബുദ്ധികളുമായിരിക്കും. ഹൃദയം വെണ്ണ പോലെ ആർദ്രമായിരിക്കും. സ്വകാര്യ ലാഭത്തിനായി ഒന്നും ചെയ്യുകയില്ല. ഒന്നും തൻ്റേതായി അഭിമാനിക്കുകയില്ല. ജിതേന്ദ്രിയരും സദാചാരശീലരും മിതബുക്കുകളുമായിരിക്കും. പ്രശാന്ത ഗംഭീരന്മാരായി എന്തു വന്നാലും പതറാതിരിക്കും. എന്നെ സർവാത്മന ശരണം പ്രാപിച്ചവരായിരിക്കും. വിശപ്പ്, ദാഹം, ശോകം, മോഹം, ജര, മരണം എന്ന ഷഡൂർമികളെ ജയിച്ചവരായിരിക്കും. അന്യരെ മാനിക്കുന്നതിൽ തൽപരരായിരിക്കും. ലോക ബഹുമാനാദികളെ വെറുക്കും. ധർമാധർമ്മങ്ങളെല്ലാം അറിഞ്ഞവർ തന്നെ. എങ്കിലും സർവധർമ്മങ്ങളെയും പരിത്യജിച്ച് എന്നെ മാത്രം ശരണം പ്രാപിച്ചവരായിരിക്കും. ഞാൻ മാത്രമാണ് സേവ്യൻ എന്ന് അടിയുറച്ച ബോധമുള്ള അവർ തന്നെയാണ് സാധുക്കൾ. ഇനി ഭക്തി ലക്ഷണം പറയാം. എൻ്റെ ശ്രീ വിഗ്രഹങ്ങളെയും ഭക്തന്മാരെയും സേവിക്കുക, പാദസേവ ചെയ്യുക, നമസ്കരിക്കുക, പൂജിക്കുക. എൻ്റെ കഥാശ്രവണവും സ്വരൂപധ്യാനവും ചെയ്യുക. തനിക്ക് പ്രിയമായവയെല്ലാം എനിക്ക് സമർപ്പിക്കുക. എൻ്റെ ദാസനാണെന്ന് ഭാവിക്കുക. എൻ്റെ അവതാര ലീലകളെയും തിരുനാമങ്ങളെയും കീർത്തിക്കുക. എൻ്റെ ഉത്സവങ്ങളെ കൊണ്ടാടുക. ഏകാദശ്യാദി വ്രതങ്ങൾ ആചരിക്കുക. ഒട്ടും ലജ്ജ കൂടാതെ എൻ്റെ ക്ഷേത്രങ്ങളെ അടിച്ചുവാരുക. ഗോമയം തളിക്കുക, കോലമിടുക, ചിത്രങ്ങൾ വരയ്ക്കുക. ഈ വകയെല്ലാം ഭക്തിവൃദ്ധികൾക്കുള്ള ഉപായങ്ങളാണ്. കൂടാതെ എന്നെ പൂജിക്കുകയും വേണം. സൂര്യൻ, ബ്രഹ്മജ്ഞൻ, വൈഷ്ണവൻ, പശു, പഞ്ചഭൂതങ്ങൾ, സ്വാത്മാവ് ഇവയെല്ലാം എൻ്റെ പൂജാസ്ഥാനങ്ങളാകുന്നു.
ഏത് പ്രിയമോ അവിടെ പൂജിക്കാം. സൂര്യനിൽ വേദം കൊണ്ടും ബ്രഹ്മജ്ഞനിൽ ആതിഥ്യം കൊണ്ടും വൈഷ്ണവനിൽ ബന്ധു സൽക്കാരം കൊണ്ടും പശുക്കളിൽ തൃണധാന സ്നാനാദികൾ കൊണ്ടും ഹൃദയാകാശത്തിൽ ധ്യാനം കൊണ്ടും വായുവിൽ പ്രാണഭാവന കൊണ്ടും അഗ്നിയിൽ ആദ്യാദികൾ കൊണ്ടും ജലത്തിൽ ഗന്ധപുഷ്പാദികൾ കൊണ്ടും ഭൂമിയിൽ രഹസ്യമന്ത്ര ലിഖിതാർച്ചനം കൊണ്ടും ആത്മാവിൽ ശാസ്ത്രസമ്മതമായ സുഖാനുഭവങ്ങളെ കൊണ്ടും എന്നെ പൂജിക്കാം. ഏതു സ്ഥാനമായാലും അവിടെ ശംഖചക്ര ഗദാപത്മം ധരിച്ച ചതുർഭുജനായ എൻ്റെ ശാന്തമൂർത്തിയെ ധ്യാനിച്ചു കൊള്ളണം. ഇപ്രകാരം ശ്രദ്ധാപൂർവം പൂജിക്കുന്നവന് എൻ്റെ പ്രസാദത്താൽ സാധുസംഘവും എൻ്റെ നിരന്തര സ്മരണയും തദ്വാര ശുദ്ധഭക്തിയും ഉണ്ടാകും. ഉദ്ധവ, സത്സംഗം മൂലം ലഭിക്കുന്ന ഭക്തിയോഗം കൊണ്ടല്ലാതെ എന്നെ പ്രാപിക്കാൻ സാധ്യമല്ല. സാധുക്കൾ എന്നെ പരമഗതിക്കായി കണ്ട് ശരണം പ്രാപിച്ചവരാണ്. അവരോട് ചേരുന്നവർക്കും ആ ഭാവം ഉണ്ടാകും. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഉദ്ധവ, എൻ്റെ സുഹൃത്തും സഖാവും പ്രിയദാസനുമായ നിനക്ക് പരമരഹസ്യമായ ഉപദേശം തരാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. യോഗം, സാഖ്യം, ധർമ്മം, സ്വാധ്യായം, തപസ്, ത്യാഗം, ഇഷ്ടം, പൂർത്തം, ദക്ഷിണ ഇത്യാദി ശ്രേയോമാർഗങ്ങളൊന്നും തന്നെ സത്സംഗം പോലെ എന്നെ വശീകരിക്കുന്നതല്ല. പരമഗതിക്ക് വിലങ്ങുതടിയായിരിക്കുന്ന വിഷയസംഘങ്ങളെ നശിപ്പിക്കാൻ സത്സംഗം പോലെ മറ്റൊന്നും ശക്തമല്ല. സത്സംഗം ഒന്നുകൊണ്ട് മാത്രം വൃതൻ, പ്രഹ്ലാദൻ, ബലി, ബാണൻ, വിഭീഷണൻ മുതലായ എത്രയോ അസുരന്മാരും സുഗ്രീവൻ, ഹനുമാൻ, ജാമ്പവാൻ, ഗജേന്ദ്രൻ, ജടായു, ധർമ്മവ്യാധൻ തുടങ്ങിയ താഴ്ന്ന ജന്മം എടുത്തവരും വിപ്രപത്നികൾ, ഗോപികൾ തുടങ്ങിയ സ്ത്രീകളും എന്നെ പ്രാപിച്ചിട്ടുണ്ട്. കൂടാതെ വൃക്ഷങ്ങളും പശുക്കളും സർപ്പങ്ങളും കൂടി എന്നെ പ്രാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.